നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് യമനിലെ ജയിലിൽ കഴിയുന്ന മകൾ നിമിഷപ്രിയ. തൻ്റെ മകളെ 12 വർഷങ്ങൾക്ക് ശേഷം കണ്ട സന്തോഷത്തിലാണ് നിമിഷപ്രിയയുടെ അമ്മ. നിമിഷപ്രിയയെ കാണാൻ സാധിച്ചതിൻ്റെ ആശ്വാസവും സന്തോഷവും ഒക്കെ അമ്മ പ്രേമകുമാരി പങ്കുവച്ചിരിക്കുകയാണ്. 12 വർഷങ്ങൾക്ക് ശേഷമാണ് മകളെ മുഖാമുഖമായി നേരിട്ട് കാണുന്നത്. കാണാൻ സാധിക്കുമെന്ന് കരുതിയില്ല. പക്ഷെ മകളെ കണ്ടപ്പോൾ ആ അമ്മ പൊട്ടിക്കരഞ്ഞുപോയി. എല്ലാം ശരിയാകുമെന്നും സന്തോഷത്തോടെ ഇരിക്കാനും ആ അമ്മ വാത്സല്യത്തോടെ മകളോട് പറഞ്ഞു. വികാരനിർഭരമായ നിമിഷങ്ങൾക്കാണ് സാക്ഷിയായത്. മകളെ കാണാൻ എല്ലാ സൗകര്യവും ഒരുക്കി തന്ന ജയിൽ അധികൃതർക്ക് പ്രേമകുമാരി നന്ദി അറിയിച്ചു. യമനിലെ സനയിലെ ജയിലിലായിരുന്നു പ്രേമകുമാരി നിമിഷപ്രിയയെ കാണാനെത്തിയത്. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1 മണിയോടെയായിരുന്നു നിമിഷയുടെ അമ്മ പ്രേമകുമാരിയും ഒപ്പമുള്ള സാമുവൽ ജെറോമും ഇന്ത്യൻ എംബസി അധികൃതരും ജയിലിലെത്തിയത്. നിമിഷയെ കാണാൻ അമ്മയ്ക്ക് മാത്രമായിരുന്നു അനുവാദം നൽകിയത്. ജയിലിൽ ഫോൺ അനുവദിച്ചില്ല. പ്രത്യേക മുറിയിലായിരുന്നു അമ്മയ്ക്ക് നിമിഷപ്രിയയെ കാണാൻ ജയിൽ അധികൃതർ സൗകര്യം ഒരുക്കിയത്. ജയിൽ അധികൃതർ അനുമതി നൽകിയത് 1 മണിക്കൂറിലധികം നീണ്ട കൂടിക്കാഴ്ചയ്ക്കായിരുന്നു. നിമിഷയ്ക്കൊപ്പമാണ് പ്രേമകുമാരി ഉച്ചഭക്ഷണം കഴിച്ചത്. കൂടിക്കാഴ്ച അതിവൈകാരികമായിരുന്നുവെന്നായിരുന്നു ഇവർക്കൊപ്പമുണ്ടായിരുന്ന സാമുവൽ ജെറോം പ്രതികരിച്ചത്. ഇനി മോചനം സംബന്ധിച്ചുള്ള ചർച്ചകൾ ഊർജിതമാക്കുക എന്ന ശ്രമത്തിലേക്ക് കടക്കാനാണ് നീക്കം. കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബവുമായും ഗോത്രവർഗ നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്താനുള്ള ശ്രമമൊക്കെ നടക്കുന്നുണ്ട്. യമനിലെ നിയമപ്രകാരം കൊല്ലപ്പെട്ടയാളുടെ കുടുംബം മാപ്പ് നൽകിയാൽ പ്രതിക്ക് ശിക്ഷ ഇളവ് കിട്ടും. ഈ നിമിഷപ്രിയ ഇത്തരത്തിൽ ശിക്ഷിക്കപ്പെടാനുണ്ടായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പാലക്കാട് കൊല്ലങ്കോട് തേക്കിൻചിറ സ്വദേശിനിയാണ് നിമിഷപ്രിയ. തലാൽ അബ്ദുൾ മഹ്ദി എന്ന യമൻ സ്വദേശിയെ കൊലപ്പെടുത്തിയെന്നാണ് നിമിഷയ്ക്കെതിരെയുള്ള കേസ്. കൊല്ലങ്കോട് മാത്തൂരിലെ തോട്ടം കാര്യസ്ഥനായിരുന്ന തൊടുപുഴ സ്വദേശിയായ ടോമിയെ വിവാഹം കഴിച്ച് 2012 നിമിഷപ്രിയ യമനിൽ നേഴ്സായി ജോലിക്ക് പോയി. ടോമി സ്വകാര്യ സ്ഥാപനത്തിലും നിമിഷ ക്ലിനിക്കിലും ജോലി നേടി. അതിനിടെ ഇവർ യമൻ പൗരനായ തലാൽ അബ്ദുൾ മഹ്ദിയെ പരിചയപ്പെട്ടു. ഇരുവരും ചേർന്ന് കച്ചവട പങ്കാളിത്തത്തോടെ ക്ലിനിക് തുടങ്ങി. യമൻ പൗരന്റെ ഉത്തരവാദിത്തത്തോടെ അല്ലാതെ ക്ലിനിക് തുടങ്ങാനാവില്ല എന്നൊരു അവസ്ഥ ആയതുകൊണ്ടായിരുന്നു മഹ്ദിയുടെ സഹായം ഇവർ തേടിയത്. ബിസിനസ് തുടങ്ങാൻ നിമിഷയും അതുപോലെ തന്നെ ടോമിയും തങ്ങളുടെ സമ്പാദ്യമെല്ലാം മഹ്ദിക്ക് കൈമാറി. ബിസിനസ്സിന് കൂടുതൽ പണം ആവശ്യമുള്ളതിനാൽ നിമിഷയും ടോമിയും മകളുമായി നാട്ടിലേക്ക് വന്നു. പിന്നീട് നാട്ടിൽ നിന്ന് യമനിലേക്ക് നിമിഷ മാത്രമാണ് തിരിച്ചുപോയത്. ബിസിനസ്സിൽ മഹ്ദി ചതിക്കില്ല എന്ന് ഇവർ അടിയുറച്ച് വിശ്വസിച്ചു. നിമിഷപ്രിയ പോയതിനു ശേഷം യമനിലേക്ക് തിരിച്ചു പോകാനായിരുന്നു ടോമി ഉദ്ദേശിച്ചത്. പക്ഷേ യമൻ സൗദി യുദ്ധം ഇവരുടെ ഈ ഒരു പദ്ധതിക്ക് തടങ്കലിട്ടു. ബിസിനസ് പങ്കാളി എന്ന നിലയിൽ ആദ്യം മാന്യമായി ഇടപെട്ടിരുന്ന മഹ്ദി സ്വഭാവം പിന്നീട് പ്രതീക്ഷിക്കാത്ത രീതിയിലേക്ക് മാറി. മഹ്ദിയുമായി ചേർന്ന് ക്ലിനിക് തുടങ്ങിയ ശേഷം താൻ ഭാര്യയാണെന്ന് പലരെയും വിശ്വസിപ്പിച്ചു. വ്യാജ വിവാഹ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി. പിന്നീട് ഭീഷണിപ്പെടുത്തി മതാചാരപ്രകാരം വിവാഹം നടത്തി. ഇരുവരും ചേർന്ന് തുടങ്ങിയ ക്ലിനിക്കിലെ വരുമാനം മുഴുവൻ തലാൽ സ്വന്തമാക്കി. പാസ്പോർട്ട് തട്ടിയെടുത്തു. സ്വർണ്ണമെടുത്ത് വിറ്റു. അധികൃതർക്ക് പരാതി നൽകിയ നിമിഷപ്രിയയെ മഹ്ദി മർദ്ദനത്തിനിരയാക്കി. ജീവൻ അപകടത്തിലാകുമെന്ന നിമിഷത്തിലാണ് താൻ ആ വ്യക്തിയെ കൊലപ്പെടുത്തിയതെന്നാണ് നിമിഷപ്രിയയുടെ വാദം. എന്തായാലും 12 വർഷമായി നിമിഷപ്രിയ യമനിലെ ആ ഒരു തടവറയിലാണ്. നിമിഷപ്രിയയെ മോചിപ്പിക്കാനുള്ള ശ്രമമൊക്കെ നടത്തുന്നുണ്ട്. അതിനിടയിലാണ് അമ്മ ഇപ്പോൾ നിമിഷപ്രിയയെ കാണാൻ ജയിലിലെത്തിയത്.